കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് തട്ടിയെടുത്ത 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. മുഖ്യപ്രതി ഷിബിൻ ലാലിന്റെ ആളൊഴിഞ്ഞ പറമ്പിലാണ് കുഴിച്ചിട്ട നിലയിൽ പണം കണ്ടെത്തിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തുവന്നത്. ബെൻസൻ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ബെൻസൻ, എവിടെയാണ് ഇയാൾ 39 ലക്ഷം രൂപ കുഴിച്ചിട്ടിരുന്നത്? ബിനിൽ, ജൂൺ ആദ്യവാരമാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നത്. സ്വകാര്യ ബാങ്കിൽ പണയം വെച്ചിരുന്ന തന്റെ 40 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം അത് എടുക്കണം എന്ന ആവശ്യവുമായി ഇസാഫ് ബാങ്കിൽ എത്തുന്നു. അതായത് ആ സ്വകാര്യ ബാങ്കിൽ നിന്നും എടുത്ത് ഇസാഫ് ബാങ്കിൽ നിക്ഷേപിക്കണം എന്ന ആവശ്യവുമായി ഇസാഫ് ബാങ്കിൽ എത്തുന്നു. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ 40 ലക്ഷം രൂപയുമായി ഇസാഫ് ബാങ്കിലെ ജീവനക്കാർ ഈ ഷിബിൻ ലാലിനോടൊപ്പം സ്വകാര്യ ബാങ്കിലേക്ക് പോകുന്നതിനിടയിൽ ഷിബിൻ ലാൽ 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കഴുത്തിലാക്കി മുങ്ങുകയായിരുന്നു. ഇതായിരുന്നു ഈ തട്ടിപ്പ്. തുടർന്ന് പന്തീരങ്കാവ് പോലീസും അതോടൊപ്പം തന്നെ ഫറൂഖ് എസ്.പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നു. ഇതിൽ ഷിബിൻ ലാൽ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പണം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 40 ലക്ഷം രൂപയായിരുന്നു ബാഗിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഷിബിൻ ലാൽ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത് 50,000 രൂപ മാത്രമാണ് ബാഗിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു. 50,000 രൂപ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നത്. പിന്നീട് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടർ ചോദ്യം ചെയ്യലിലാണ്. ഷിബിൻ ലാലിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 500 മീറ്ററോളം ദൂരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ പണം കണ്ടെത്തിയത്. അത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് അന്വേഷണ സംഘം ഈ പ്രദേശത്തെത്തി പണം റിക്കവർ ചെയ്തത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 40 ലക്ഷം രൂപയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. ജൂൺ ആദ്യവാരമായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതിൽ ഈ ഷിബിൻ ലാൽ മാത്രമല്ല മറ്റ് 2 പ്രതികൾ കൂടിയുണ്ട്. അവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ ഷിബിൻ ലാലിന് ഒത്താശ ചെയ്ത ബെൻസൻ, അതായത് ഒരു ആസൂത്രിതമായിട്ടുള്ള കവർച്ചയായിരുന്നോ? പണം തട്ടിയെടുത്ത് മുങ്ങുകയായിരുന്നല്ലോ. ഒരു ആസൂത്രിതമായിട്ടുള്ള കവർച്ചയാണോ ഈ വ്യക്തി നടത്തിയിട്ടുള്ളത്, ഈ ഷിബിൻ ലാൽ നടത്തിയിട്ടുള്ളത്? മറ്റ് 2 പ്രതികൾ എങ്ങനെയാണ് ഇതിൽ പങ്കാളികളായത്? ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തികച്ചും ആസൂത്രിതമായ ഒരു കവർച്ച തന്നെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഈ മറ്റ് 2 പ്രതികൾ അവർ ഷിബിൻ ലാലിന് എല്ലാവിധ ഒത്താശയും ചെയ്തിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പണം കുഴിച്ചിട്ടത് ഷിബിൻ ലാൽ അല്ല, ഈ മറ്റ് 2 പ്രതികളിൽ ഒരാളാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഷിബിൻ ലാലിന്റെ വീട്ടിൽ നിന്നും ഇത് ഷിബിൻ ലാലിന്റെ പറമ്പിലല്ല കുഴിച്ചിട്ടത്. ഷിബിൻ ലാലിന്റെ വീട്ടിൽ നിന്നും 500 മീറ്റർ മാറി മറ്റൊരാളുടെ പറമ്പിൽ, സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ, ആളുകൾ പെട്ടെന്ന് എത്തിപ്പെടാത്തൊരിടത്തായിരുന്നു കുഴിച്ചിട്ടത്. അത് ഷിബിൻ ലാൽ അല്ല, മറ്റൊരാളായത്. ഈ 2 പ്രതികളിൽ ഒരാളായിരുന്നു കുഴിച്ചിട്ടത് എന്നും അന്വേഷണ സംഘം. ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചയാണ്. കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് തട്ടിയെടുക്കുകയാണ്, കവർച്ച നടത്തുകയാണ് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബെൻസൻ ബാബു.